സംസ്ഥാന ബജറ്റിനെ പരിഹസിച്ച് നജീബ് കാന്തപുരം എം.എൽ.എ. ബജറ്റ് ഒരു കോമഡി മാത്രമാണെന്നും യാഥാർത്ഥ്യങ്ങളുമായി ഇതിന് ബന്ധമില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. തിരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണയിൽ നിന്ന് തന്നെ വീണ്ടും മത്സരിക്കാനാണ് ആഗ്രഹമെന്ന് നജീബ് ആലിപ്പറമ്പിൽ പറഞ്ഞു. അല്ല, അത് പാർട്ടി സ്വാഭാവികമായിട്ടും തീരുമാനം എടുക്കുകയാണെങ്കിൽ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കും. ഏതായാലും പെരിന്തൽമണ്ണയിൽ നിന്ന് മത്സരിക്കുന്നതിനാണ് സന്തോഷം. അത് പാർട്ടിയുടെ ചുമതല അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രഖ്യാപനം വന്നാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇത്തവണ യൂത്ത് ലീഗ് നേതാക്കൾക്ക് അവസരം കൂടുതൽ നൽകണം എന്നുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്, ശരിയാണോ? യുവജനങ്ങൾ തീർച്ചയായിട്ടും വലിയ തോതിൽ പ്രാതിനിധ്യം ഉണ്ടാവും, നല്ല സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും നമ്മളെ രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൊടുത്തൊരു വലിയ തോതിലുള്ള ഒരു പ്രാതിനിധ്യം നമ്മളൊക്കെ കണ്ടതാണ്. MSFകാരാണ് കൂടുതൽ മത്സരിച്ചത്. അതേപോലെ തന്നെ യുവജനങ്ങളും സ്ത്രീകളും ഒക്കെ വനിതാ പ്രതിനിധികളൊക്കെ ഇത്തവണ വരും. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ നിയമസഭയിൽ രണ്ടുപേരും മാത്രമേ ഇരുന്ന് സമരം ചെയ്തൊരു സംഭവം വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അല്ല, നമ്മൾ രണ്ടുപേരാണല്ലോ സമരം ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ നിയമസഭ നടക്കുകയാണ്. നിയമസഭയിൽ പാർലമെന്ററി പാർട്ടിയും അതുപോലെ UDFും 2 MLA-മാരെ ചുമതലപ്പെടുത്തിയ അനുസരിച്ചാണ് ഞങ്ങൾ രണ്ടുപേരും 3 ദിവസം സത്യാഗ്രഹ സമരം അനുഷ്ഠിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം, വലിയ തോതിൽ സ്വർണ്ണക്കൊള്ള ശബരിമലയിൽ നടന്നു. വിശ്വാസികൾ വലിയ വേദനിച്ചൊരു അനുഭവം ഉണ്ടായി. ആ വിശ്വാസികൾക്ക് ആശ്വാസം പകരുന്ന ഒരു നിലപാടും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. ശബരിമല എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു വികാരമാണ്. അതൊരു കേരളത്തിലെ മലയാളികളായിട്ടുള്ള എല്ലാ മതവിശ്വാസമുള്ള ആളുകൾക്കും ശബരിമല ഒരു പുണ്യസ്ഥലം തന്നെയാണ്. അപ്പോൾ ആ സ്ഥലത്ത് പോലും ഇത്തരത്തിൽ ഗവൺമെന്റ് ഒത്താശയോടുകൂടി കൊള്ള നടന്നപ്പോൾ അതിനെതിരെ UDF നടത്തിയ വലിയൊരു രാഷ്ട്രീയ പ്രതിഷേധമായിട്ടാണ് ഞങ്ങൾ നിയമസഭയിൽ നടത്തിയ സമരത്തെ കാണുന്നത്. പ്രത്യേകിച്ചും ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത എൻ്റെ കൂടെ സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള CR മഹേഷ് സ്ഥിരമായി ശബരിമലയിലേക്ക് നഗ്നപാതനായി നടന്നുപോയി, കാനന ചായയിലൂടെ നടന്നു പോയിട്ട് എല്ലാ വർഷവും അയ്യപ്പ ദർശനം നടത്തുന്ന ഒരു വിശ്വാസിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഈ സമരത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞത് ഞാനൊരു അഭിമാനമായിട്ടാണ് കാണുന്നത്. സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിൽ ട്രോളുകൾ രൂപത്തിൽ അത് വരുന്നുണ്ട്. അല്ല, ട്രോള് ചെയ്യുന്നതിലൊന്നും നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ഇത് കേരളത്തിലെ മതവിശ്വാസികൾ മുഴുവനും വേദനിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഓരോ ദിവസവും നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് അത്രയേറെ ദിവസേന കൊള്ളയടിക്കപ്പെടുന്നതാണ്. ഒരു ക്ഷേത്രം തന്നെ വിഴുങ്ങി കളഞ്ഞ ഒരു വലിയ ഗൂഢാലോചനയാണ്. അതിന് പിന്നിൽ മന്ത്രിമാർ തന്നെയാണ്. മുൻ MLA ജയിലിൽ കിടക്കുകയാണ്. അതിന് പിറകിലൊക്കെ CPM-ന്റെ നേതാക്കൾ അനുദിനം പിടിയിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഒരിക്കലും നമുക്കൊന്നും സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. ആ പ്രതിഷേധത്തിലാണ് UDF. ലാസ്റ്റ് ഒന്നുകൂടെ ബഡ്ജറ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ബഡ്ജറ്റ് ഒരു തമാശയാണ്, കോമഡി മാത്രമാണ്. കാരണം 2 മാസത്തേക്ക് ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പാടില്ലായിരുന്നു ഗവൺമെന്റ്. കാരണം അത് വോട്ട് ഓൺ അക്കൗണ്ട് മാത്രമാണ് നടപ്പാക്കേണ്ടിയിരുന്നത്. 5 കൊല്ലം ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് 2 മാസം കൊണ്ട് ചെയ്യുന്നു പറയുന്നത്. പക്ഷേ യുഡിഎഫിന് MLA-മാർക്ക് ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ബഡ്ജറ്റിൽ ഉൾപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അല്ല, ഞങ്ങൾ ഭരണത്തിൽ വരും, ഞങ്ങൾ ബജറ്റ് അവതരിപ്പിക്കും, ആ ബജറ്റ് ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുകയും ചെയ്യും. ഇപ്പോഴത്തെ പ്രചരണങ്ങളിപ്പോ UDF-ന്റെ MLA-മാർ ഉൾപ്പെടെ പ്രചരണം നടത്തുന്നുണ്ട്, ബഡ്ജറ്റിൽ ഉൾപ്പെട്ടു എന്ന് പറഞ്ഞു. അല്ല, ഉൾപ്പെട്ടു എന്ന് നമ്മളിപ്പോ സ്വാഭാവികമായിട്ടും പറയും. ആ പ്രചരണത്തിലൊന്നും ഞങ്ങൾ തന്നെ നടത്തുന്ന കാര്യത്തിലും എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ടും 2 മാസത്തേക്ക് വരുന്നൊരു ബജറ്റ്, പിന്നെ അത് ഞങ്ങളിപ്പോ കൊണ്ടുവന്നതെല്ലാം ഉൾപ്പെടുത്തി. ഇപ്പം ഞാനിപ്പോ എന്റെ നിയോജകമണ്ഡലത്തിൽ 29 കോടി ആവശ്യപ്പെട്ടു. ഞങ്ങൾക്ക് 5.5 കോടിയാണ് തന്നത്. പക്ഷെ തരാത്തത് കൂടി അനുവദിക്കുന്ന ഒരു സർക്കാർ വരും. ആ സർക്കാർ വരുമ്പോ 29 കോടി ഞാൻ ചോദിച്ചത് മുഴുവൻ കിട്ടുന്ന ഒരു ഗവൺമെന്റ് വരും എന്നാണ് എന്റെ വിശ്വാസം. CCN മണ്ണാർക്കാട്.